രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. നോമ്പുകാലം ആത്മാവിലേക്കുള്ള യാത്രയുടെ കാലമാണ്. വിശുദ്ധരെല്ലാം ഉള്ളിലൊരു ആഭ്യന്തര ഹർമ്മ്യം കാത്തു സൂക്ഷിച്ചവരാണ്. അവിടെയാണവർ തങ്ങളുടെ നാഥനെ കണ്ടെത്തിയതും സംവദിച്ചതും. ഉള്ളിൽ അവനു വേണ്ടി ഒരിടമൊരുക്കുക എന്നതാണ് പ്രധാനം. ദൈവത്തെ തിരഞ്ഞു നടന്ന് ഒടുവിൽ തൻ്റെ ഉള്ളിൽ ഉറങ്ങുന്ന ദൈവത്തെ കണ്ടെത്തിയ ഭക്തൻ്റെ വിലാപമിതായിരുന്നു: പ്രഭോ, നീ എൻ്റെ ഉള്ളിലുറങ്ങിയിട്ടും ഞാനത് അറിഞ്ഞില്ലല്ലോ. കതകടച്ച് നിന്റെ മുറിയിൽ കടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നതിന് ദൈവശാസ്ത്രജ്ഞർ നൽകുന്ന വിശദീകരണം അതിനെ സാധൂകരിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങളാകുന്ന വാതായനങ്ങൾ അടച്ച് ഉള്ളിലെ ചെറു ശ്രീകോവിൽ തുറക്കാം. നോമ്പ് ആത്മാവിലേക്കുള്ള സഞ്ചാരമാകട്ടെ. ചാട്ടവാറടിയാൽ ചിന്നിയ മേനിയാൽ മാറോടണയ്ക്കുന്നു മാറാത്ത സ്നേഹമായി. ആ നേരരാവിലും ആശ്വാസദൂതിനാൽ ആശ്വസിപ്പിക്കുന്നു ദിവ്യ സ്നേഹം. ചാട്ടവാറടിയാൽ ചിന്നിയ മേനിയാൽ മാറോടണയ്ക്കുന്നു മാറാത്ത സ്നേഹമായി. ആ നേരരാവിലും ആശ്വാസദൂതിനാൽ ആശ്വസിപ്പിക്കുന്നു ദിവ്യ സ്നേഹം. ഘോരമാം മരക്കുരിശും താങ്ങി എനിക്കായി കാൽവരി കയറുന്ന സ്നേഹമേ, ഏകനായി ദൂരമാം ഗിരിയിൽ എനിക്കായി മുറിവേറ്റ കാരുണ്യമേ, നിൻ തിരുരക്തത്താൽ എന്നെ കഴുകുവാൻ അണയുന്നു കുരിശിൻ സവിധേ. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകുവാൻ അണയുന്നു കുരിശിൻ സവിധേ.